ഡോക്ടർ സമ്പത്ത്, രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വേണം ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ഈ സർക്കാർ പരിപാടി സംഘടിപ്പിക്കാൻ എന്ന നിർബന്ധമുണ്ടാകുമ്പോൾ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞത് ബാഹ്യശക്തികൾ രാജ്ഭവനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപകടകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഗവർണറുടെ നിർബന്ധം രാജ്ഭവന് പിന്നിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലാണെങ്കിൽ ഏതാണ് ആ ബാഹ്യശക്തി? ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിനാണ് രാജ്ഭവൻ വഴങ്ങുന്നത് എന്നാണ് നിങ്ങളുടെ ആരോപണം? ഗോപികൃഷ്ണൻ, അത് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകരും പൊതുസമൂഹവും ചർച്ച ചെയ്യാനായി ഇടവരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും അങ്ങനെ വൃക്ഷലതാദികൾ നടുകയും സ്വന്തം കൈകൊണ്ട് നടുകയും അതിനെ നട്ട് പരിപാലിപ്പിച്ച് നമ്മൾ ഈ ഭൂമിക്ക് ഒരു പച്ചപ്പ് പുതപ്പ് അങ്ങനെ സമ്മാനിക്കുന്നതിന് നമ്മുടെ എല്ലാം വരുംകാല തലമുറയ്ക്ക് ഈ ഭൂമിക്കൊരു ചരമഗീതമല്ല, ഭൂമിക്ക് ഹരിതാഭമായ ഒരു ഭാവി ആശംസിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. ഞാൻ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം ഒരു 2-3 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനൊരു രാഷ്ട്രീയമായ വിവാദത്തിന് തയ്യാറായിക്കൊണ്ടല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അപ്പോൾ ഞാൻ മറുപടി പറയാം. ഒന്നാമത്തേതായി, നമ്മുടെ കേരള സംസ്ഥാനത്തെ രാജ്ഭവൻ സംസ്ഥാനത്തെ നമ്മുടെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സഖാവ് പ്രസാദിന്, കൃഷി വകുപ്പ് മന്ത്രിക്ക് ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകിയതായ അപ്രൂവ്ഡ് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം of World Environment Day celebrations on 5/6/2025 at 11 hours at Kerala രാജ്ഭവനിൽ നിന്ന് നൽകിയതാണ്. 11 മണി നാഷണൽ ആന്തം, ദേശീയ ഗാനം. 11:01 പ്രയർ. 11:05 വെൽക്കം അഡ്രസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. 11:10 ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ. 11:15 കീനോട്ട് അഡ്രസ് ശ്രീ പി പ്രശാന്ത് MLA. 11:20 പ്രസിഡൻഷ്യൽ അഡ്രസ് ശ്രീ പി പ്രസാദ്, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ കേരള. 11:30 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റ് അഡ്രസ് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഓണറബിൾ ഗവർണർ ഓഫ് കേരള. 30 മിനിറ്റാണ് പ്രസംഗം. 12 മണി നാഷണൽ ആന്തം, പ്ലാന്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് അറ്റ് രാജ്ഭവൻ ക്യാമ്പസ്. ഇതാണ് രാജ്ഭവനിൽ നിന്ന് ആദ്യം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പ്രസാദിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയക്കുന്നതായ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ആണ്. ഇപ്പോൾ അത് പുറത്ത് വന്നിട്ടുണ്ടാവും. താങ്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് അത് ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞ് ഇതങ്ങ് മാറുകയാണ്. രാജ്ഭവൻ അപ്രൂവ് ചെയ്ത് കൊടുത്ത മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ് മാറുകയാണ്. അവിടെയാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ആരാണ്, അല്ല ആരൊക്കെയാണ്, അല്ല എവിടെ നിന്നാണ് ബാഹ്യശക്തികൾ, ഇങ്ങനെ ഈ ബാഹ്യശക്തികളുടേതായിട്ടുള്ള ഇടപെടൽ എന്നുള്ളത് ഇവിടെ വരുന്നത്? മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ഓഫ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതായത് ഇപ്പോൾ രാജ്ഭവൻ്റേതാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുദ്രയോടുകൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ 11 മണിക്ക് പരിപാടി നാഷണൽ ആന്തം, 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോർഡസ് ഭാരതാംബ, 11:03 പ്രയർ, 11:05 വെൽക്കം അഡ്രസ്, 11:10 ഇൻട്രൊഡക്ഷൻ, 11:15 കീനോട്ട് അഡ്രസ്, 11:20 പ്രസിഡൻഷ്യൽ അഡ്രസ്, 11:30 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റ് അഡ്രസ്, 12 മണി നാഷണൽ ആന്തം. എങ്ങനെ ഇത് മാറുന്നു? തീരുന്നില്ല. നമ്മുടെ ഈ കേരളത്തിൽ കൃഷി വകുപ്പ് ഇത്തരത്തിൽ പരിപാടി നേരത്തെയും സംഘടിപ്പിച്ചിട്ടുണ്ട്, രാജ്ഭവനിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഇന്നത്തെ ഗവർണറുടെ മുൻഗാമിയായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ പോലും അതേ രാജ്ഭവനിൽ ഇതുപോലെ ലോക പരിസ്ഥിതി ദിനാചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയെല്ലാം നടത്തുമ്പോഴും ഒരു കർഷക പ്രതിനിധിയും ഒരു കർഷക തൊഴിലാളി പ്രതിനിധിയും, കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. നമ്മൾ കേരളത്തിൽ കർഷകരെ ആദരിക്കുക, കർഷക തൊഴിലാളികളെ ആദരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് അത്തരത്തിൽ പെൻഷൻ നൽകിയ ഒരു സംസ്ഥാനം കൂടിയാണ് 1980-82 ഗവൺമെന്റ്. ഞാൻ വീണ്ടും ആ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക്, അതായത് ഇപ്പോഴും താങ്കൾ പറഞ്ഞില്ല ബാഹ്യശക്തികളുടെ ഇടപെടൽ എവിടെ നിന്ന്, എന്തുകൊണ്ട്, എങ്ങനെ. ഇത് മൂന്നിനും ഉത്തരം പറയേണ്ടത് ബഹുമാനപ്പെട്ട ആദരണീയനായ
കേരള ഗവർണറാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മറുപടി ആവുമല്ലോ, അവിടെ നിന്നാണ് മറുപടി പറയേണ്ടത്. ഇല്ലാതെ അവിടെ ഞങ്ങളല്ല മറുപടി സമ്പത്ത്. ഈ പരിപൂർണ RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന വ്യക്തിത്വം കേരള ഗവർണറായി വന്ന ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി, താങ്കൾ പറഞ്ഞതുപോലെ ഗവർണറുടെ മുൻഗാമിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായി ഉണ്ടായിരുന്ന നിരന്തരമായ സംഘർഷങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിൽ ഒരു അൺസെറിമോണിയസ് ആയിട്ടുള്ള ഒരു വിടവാങ്ങൽ, ഒരു യാത്രയപ്പാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയതെന്നുള്ള ആക്ഷേപങ്ങൾ പോലും ഉണ്ടായ അത്രയും വഷളായ ഒരു സാഹചര്യത്തിന് ശേഷം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗവർണറായി വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്വമതിയായ ഗവർണറാണ് അദ്ദേഹം എന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ഈ അഭിപ്രായം ഈ സംഭവത്തോടു കൂടി മാറുകയാണോ, തിരുത്തപ്പെടുകയാണോ? ഈ ആരിഫ് മുഹമ്മദ് ഖാനെ വാറണ്ട് കൊണ്ട് വീട്ടിൽ വാറണ്ടെന്നാണ് അതിന് പറയുക ഗോപികൃഷ്ണൻ, അത് വീട്ടിൽ കൊണ്ടു ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നതിൽ ആദ്യത്തെ ആൾ, ആ ചുമതലപ്പെടുത്തപ്പെട്ട ആൾ അന്ന് പ്രത്യേക പ്രതിനിധിയായിരുന്ന ഞാൻ കൂടിയാണ്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ഉത്തരവാദി സമ്പത്താണ് എന്നാരെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ളൊരു ചുമതല നിർവഹിക്കുന്നതിന് രാഷ്ട്രപതിയുടേതായിട്ടുള്ള വാറണ്ട് അത്തരത്തിൽ കൈപ്പറ്റി എന്നുള്ളത് മാത്രമാണുള്ളത്. ഇനി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് നമ്മൾ നൽകിയതായിട്ടുള്ള യാത്രയയപ്പ് ഒരു പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ അല്ല എന്നുള്ളതിന് ഉത്തരവാദികൾ നമ്മൾ ആരുമല്ല, അദ്ദേഹം തന്നെയാണ്. സ്വയം കൃത അനർത്ഥം എന്നല്ലേ പറയാൻ പറ്റൂ. കേരള ഹൈക്കോടതിയിൽ നിന്ന് എത്ര തവണയാണ് കൊട്ടുവാങ്ങിയത്? അഭിഭാഷകരായിട്ടുള്ളവരാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത് കേരളത്തിലെ ഗവർണർ അല്ല, പഞ്ചാബിലെ ഗവർണർ അല്ല, തമിഴ്നാട്ടിലെ ഗവർണർ, അത്തരത്തിൽ അതല്ല ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ, ഇവരൊക്കെ ഇത്തരത്തിലുള്ള തലയ്ക്ക് കിഴുക്ക് ഹൈക്കോടതികളിൽ നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അതെല്ലാം കിട്ടിയപ്പോഴത്തേക്ക് ഈ പറയുന്നതിനകത്ത് ഒരു ലജ്ജയുമില്ല, ഒരു നാണക്കേടുമില്ല. അതെല്ലാം ഇങ്ങനെ അങ്ങനെ ഒരു അലങ്കാരം പോലെ കൊണ്ടു നടക്കുന്ന സ്ഥിതിയിലേക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരായിട്ട് ഇതുപോലെ ഒരു പരാമർശമെങ്കിലും, വിധിന്യായമല്ല, പരാമർശമെങ്കിലും ഹൈക്കോടതികളിൽ നിന്ന് വന്നാൽ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് എങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നു. എന്റെ ചോദ്യം, മുഖ്യമന്ത്രി ഗവർണർ ആർലേക്കറെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ നിന്നായിരിക്കുമല്ലോ, അതിൽ പിശക് വന്നു എന്നതാണോ ഈ സംഭവം കാണിക്കുന്നത് എന്നതാണ് ഞാൻ എൻ്റെ ചോദ്യത്തിൽ ആവർത്തിക്കുന്നത്. കാരണം ഈ ആർലേക്കർ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഗവർണർ പറഞ്ഞിരുന്നത് സർക്കാരിന് നിർദ്ദേശം നൽകാനോ സർക്കാരിന് വഴികാട്ടാനോ അല്ല, പകരം സർക്കാരിനെ സഹായിക്കാൻ മാത്രമാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ, അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ അധിപനും ഭരണാധിപനും തമ്മിൽ ഒരു നല്ല ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, സമന്വയത്തിന്റെ സൂചനകളായി അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആർലേക്കർ അദ്ദേഹം സൗമ്യമായി പെരുമാറുമ്പോഴും സൗമ്യമായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോഴും അദ്ദേഹം വളരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ബീഹാർ ഗവർണറായിരിക്കെ, ഹിമാചൽ പ്രദേശിൽ ഗവർണറായിരിക്കെ അദ്ദേഹം പല വിഷയങ്ങളിൽ, ഇപ്പോൾ നിതീഷ് കുമാറുമായി പല പ്രശ്നങ്ങളിലും പല നീരസമുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർത്തും സമ്പൂർണ്ണമായും ഒരു RSSകാരനായ ഗവർണറാണ്, വ്യക്തിത്വമാണ് അദ്ദേഹം ഗവർണറായി എത്തുന്നത്. പക്ഷേ ഇവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തുകയും വിളക്ക് വെക്കുകയും ചെയ്യണമെന്ന് രാജ്ഭവൻ നിർബന്ധിക്കുമ്പോൾ രാജ്ഭവന് പറയാൻ ഒരു ന്യായമുണ്ട്. ഇവിടെ വെച്ച് നടത്തുന്ന പരിപാടി എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ് എന്ന്. PD സതീശന് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഇതുപോലെ ഗുരുമൂർത്തി RSS സൈദ്ധാന്തികൻ വന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ സർക്കാർ മൗനം പാലിച്ചത് എന്ന ചോദ്യം, ഇതിനൊക്കെ ഈ ഗവൺമെന്റ് ഈ ഘട്ടത്തിൽ ഉത്തരം പറയണ്ടേ? ഞങ്ങൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടൊരു മറുപടി പറയട്ടെ. നല്ല മുരത്ത RSSകാരിയായ ഒരു വനിത ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിയായി, നാളെ ആ മാന്യ വനിത, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ഇപ്പോഴും ഒരു പ്രാക്ടീസിങ് ലോയർ ആയതുകൊണ്ട് തന്നെ, നാളെ കേരള ഹൈക്കോടതിയിലേക്ക് ആ മാന്യ വനിത വന്ന് ഇവിടെ ജഡ്ജിയായി ഭാവിയിൽ ഈ നാടിൻ്റെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയാൽ അവരുടെ മുന്നിലേക്ക് ഞാൻ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് അങ്ങേയറ്റത്തെ മറുചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് ആ കോടതിയിൽ ഹാജരാവാതിരിക്കുകയോ യുവർ ലോർഡ്ഷിപ്പ് എന്ന് അഭിസംബോധന ചെയ്യാതിരിക്കുകയോ വക്കാലത്തുകൾ അങ്ങനെ ആ കോടതി മുമ്പാകെ ഫയൽ ചെയ്യാതിരിക്കുകയോ ചെയ്യോ? ഇല്ലല്ലോ. കേരളത്തിലേക്കൊരു പുതിയ ഗവർണർ വരുമ്പോൾ ആ ഗവർണർ പറഞ്ഞ വാചകം താങ്കൾ ഇവിടെ ആവർത്തിച്ചു. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള വാചകമാണ്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ നടത്തിയിട്ടുള്ള ചർച്ചകളുടേത്. എങ്ങനെ ഒരു ഗവർണർ
ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഉന്നമനത്തിന് ആ സംസ്ഥാനത്തെ സർക്കാരിനെ സഹായിക്കാൻ, അങ്ങനെയാണ് ഭരണഘടനയിലെ ആ സത്യപ്രതിജ്ഞ വാചകം തന്നെ. അപ്പോൾ അവിടെ വഴികാട്ടിയായിരിക്കണം, സഹായിയായിരിക്കണം, അവരുടെ ഉപദേശങ്ങൾ അത്തരത്തിൽ നൽകാൻ, അങ്ങനെയാണ് അവരുടെ അഡ്വൈസ് അത് സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രപതിയെ പോലെ. അങ്ങനെയാണ് ഒരാളെ പ്രതീക്ഷിക്കുക. നേരത്തെ ഉള്ള രാഷ്ട്രീയ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളതല്ല, ചെയ്യുന്നത് നല്ല കാര്യങ്ങളായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം, ഭാരതാംബയോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവല്ല. ഞങ്ങൾക്കുമെല്ലാം ഭാരതാംബയുടെ ബഹുമാനമുള്ളത് തന്നെ. ഞങ്ങളുടെ മക്കളും അടക്കം അത്തരത്തിൽ ഘോഷയാത്രകൾക്ക് ഭാരതാംബയുടേതായ വേഷം ധരിച്ചുകൊണ്ട് അവരെല്ലാം പോകും. ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്കൊരു പ്രോട്ടോക്കോളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുദ്ര, ദേശീയ പതാക, ദേശീയ ചിഹ്നം, സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ള അടയാളം, മുദ്ര, അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടാവാം. അതല്ലാതെ നമ്മൾ രാഷ്ട്രപിതാവിൻ്റെ ചിത്രമല്ലാതെ മറ്റൊന്നും അവിടെ അത്തരത്തിൽ പ്രദർശിപ്പിക്കാറില്ല. അങ്ങനെ പ്രദർശിപ്പിക്കുന്നത് സ്വകാര്യമായ ചടങ്ങുകളിൽ. ഇനി അവിടെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു, ആ പ്രസംഗിപ്പിച്ചതിൽ അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ, അത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ അവിടെ നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം, ആ അഭിപ്രായത്തോടൊന്നും ഗവൺമെൻറ്റിന് യോജിപ്പൊന്നുമില്ല. ഗവൺമെൻറ്റിന് യോജിപ്പുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെതായ വാർത്താക്കുറിപ്പും താങ്കൾ ഉൾപ്പെടെയുള്ള അത് മറ്റൊരു വിഷയമാണ്. കാരണം അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ താല്പര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നതായിരുന്നു ഉന്നയിക്കപ്പെട്ട ആക്ഷേപം. കാരണം അത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനൊക്കെ വേദിയായി, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള പരാമർശങ്ങൾക്ക് വേദിയായി ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവൻ എന്നതായിരുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.